യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ,
പരിശുദ്ധനാകുന്നു. കർത്താവേ, ഈ സമയത്ത് തിരുസനിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ത്രീഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരുമായ കൽപ്പനകളെയും വെടിപ്പോൾ വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹാ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരു വായനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ആ ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകൾ എടുത്തുകൊണ്ട് വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിന് വന്ദിപ്പീ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോനിലെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധ റുഹാട് നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പന ആചരിക്കുകയും ഗിരീതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഹോശോ അബ്കുൽ സ്ബാല ഓൽമീൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവന രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ.
എടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ തിരുജന്മത്തിന് മുൻപായി ഇപ്രകാരം സംഭവിച്ചു. ആ നാടുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്കറിയാവിന്റെ വീട്ടിലെത്തി എലിസബേത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദന എലിസബേത്ത് കേട്ടപ്പോൾ പിള്ളാവുള്ള ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞവളായ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവ് എന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് അവിടെ നിന്നുണ്ടായി. നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ ലോകത്തിലൊരായി തീരണമേ. തന്റെ തിരുമേനിയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുകയും തന്റെ യാഗത്താൽ ഭൂലോകത്തെ നീതീകരിക്കുകയും ചെയ്ത പുണ്യമുള്ളതും വിശുദ്ധവുമായ യാഗമായ സ്തോത്രത്തിന്റെ മഹാപുരോഹിതനായ യേശുമിശിഹായ്ക്ക് സ്തുതി. ഉത്തമനായ തനിക്ക് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ നിങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരി അധ്യക്ഷന്മാരെയും അൽപാന്മാരെയും വിശുദ്ധിയുമാവത്തുള്ള തിരുസംവിധാനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നിങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്നവഞ്ഞ് നിങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായ ഞങ്ങളുടെ കർത്താവായ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തര
ഉത്തരമല്ലി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്ക് നീ വന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, പ്രാർത്ഥനപേക്ഷയും കൈക്കൊണ്ട് കണ്ണുതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റുന്നു. ഓശോ വബുക്കുൽ സുബ്ഹാനൽ മുന്നമേ മാതാവില്ലാതെ നിന്റെ മഹത്വമുള്ള പിതാവിൽ നിന്ന് ജനിക്കുകയും കാലാവസാനത്തിൽ പിതാവില്ലാതെ കന്യാവ്രതമുള്ള മാതാവിന് ജാതമാകുകയും ചെയ്ത ലോകങ്ങളുടെ നാഥനും മനസ്സോടെ ശ്രീഭാമരത്തിന്മയാഗം അർപ്പിക്കപ്പെടുകയും തന്റെ യാഗത്താ ജാതികളെ ജനങ്ങളെ നീതീകരിക്കുകയും ചെയ്തവനായി കന്യകയായ പെണ്ണാണ്ട് കുട്ടിയായിരിക്കുന്ന കുഞ്ഞാടായ ഞങ്ങളുടെ മിശിഹാതമ്പുരാനേ, ദൈവികമായ യാഗം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നേരത്ത് ഞങ്ങൾ അരിഷ്ടതയിൽ നീ കടാക്ഷിക്കണമേ. ഞങ്ങളോട് കൂടെയും ഞങ്ങളുടെ ഇടയിൽ നീ വസിക്കണമേ. ഞങ്ങൾ നിന്റെ ദൈവത്വത്തിന് വെടിപ്പുള്ള വാസസ്ഥലങ്ങളായി തീരുവാനും സ്വർഗീയ സൈന്യങ്ങളുടെ വസിക്കുന്ന പ്രകാരം നീ ഞങ്ങൾ വസിച്ച് പ്രസാദിപ്പാനുമായി ഹൃദയങ്ങളെയും വിചാരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ വിശുദ്ധ ശരീരത്തിന്റെയും വിലയേറിയ രക്തത്തിന്റെയും സംബന്ധം മൂലം ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ സകല മുൾപടർപ്പുകളും ദഹിച്ചു പോകുമാറാകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പുണ്യമുണ്ടാക്കുന്ന രക്തവും ഞങ്ങൾക്ക് ജീവന്റെ പുളിമാവും നിത്യയുടെ അച്ചാരുമായിരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബുക്കുൽ സുബ്ഹാനൽ മീൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം, കാദീശ് ആബോ കാദീശോ. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള വന്യപിതാവിന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും മനുഷ്യനായി മരിച്ചിറക്കപ്പെട്ട് തിരുപ്രകാരം ഒന്നാം തീയതി സുഹൃത്തെഴുന്നേറ്റ് സുഹൃത്തിലേക്ക് കയറി പിതാവിന്റെ ബന്ധുവാതിരുന്നതും അവസാനമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ പ്രഭാതത്തോടെ ഇനി വരുവാനുമായ
സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ എല്ലാവർക്കും ഇരിക്കും. ഇന്നേ ദിവസം ജന്മദിനം കൊണ്ടാടുന്ന ആരെങ്കിലുണ്ടെങ്കിൽ മുമ്പോട്ടൊന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവന്നു. ജന്മദിനം കൊണ്ടാടുന്ന ആരെങ്കിലും ഞങ്ങളുടെ ജീവിതം അവിടുത്തെ ദാനമാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, തങ്ങളുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് അങ്ങ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായ സ്തോത്രം പറവാൻ അടുത്ത് വന്നിരിക്കുന്ന ഈ നിന്റെ മക്കളെ ഞങ്ങൾ അങ്ങയെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജനനം മുതൽ ഈ സമയം വരെ കാത്തു പരിപാലിച്ച് വഴി നടത്തി ജീവിതത്തിലെ വിധങ്ങളായ അനുഭവങ്ങളിൽ, സന്തോഷകരമായ അനുഭവത്തിലും സന്താപകരമായ അനുഭവത്തിലും അവിടുത്തെ കൃപയും കരുണയും കാവലും നിന്റെ മക്കളുടെ കൂടെ ഇരുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ പുതിയ വർഷം നിന്റെ മക്കൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. അങ്ങയോട് ചേർന്ന് ക്രിസ്തീയ ജീവിതം തൊട്ടുവാൻ സഹായിക്കണമേ. പലവിധ കാരണങ്ങളാൽ ഇന്ന് ശുശ്രൂഷയിൽ വന്നു ചേരുന്ന സാധിക്കാതെ പോയിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുകയും അവരും ഞങ്ങളും ഒരുപോലെ തിരുസന്നിധിയിൽ സന്തോഷമുള്ളവരായി കാണപ്പെടുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. നീ കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ, നിൽ ആശ്രയിപ്പാൻ സഹായിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹവാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് ആരെങ്കിലും ഒരുങ്ങുന്നുണ്ടെങ്കിൽ മുമ്പോട്ടൊന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുന്നു. വിവാഹവാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബ ജീവിതത്തിനും അതിൻ്റെ എല്ലാ സന്തോഷകരമായ അനുഭവങ്ങൾക്കായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനൊരു സാറായി ഒരുക്കിയ ദൈവം, ഇസ്ഹാക്കിനൊരു റബേക്കയെ ഒരുക്കിയ ദൈവം, യാക്കോബിനൊരു റാഹേലിനെ ഒരുക്കിയ ദൈവം, ഇന്നും വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് കുടുംബങ്ങളാക്കി വെക്കുന്ന നിന്റെ വലിയ കൃപകൾക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. കുടുംബജീവിതം കൗദാശിക ജീവിതം എന്ന് ഓർക്കുവാനും ഓരോ ദിനവും നിന്നോട് ചേർന്ന് കുടുംബജീവിതത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ദൈവഹിതാനുസൃതമായി ജീവിപ്പാൻ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ നടത്തിയ വിധങ്ങളെയും നീ കരുതിയ വിധങ്ങളെയും ഓർത്ത് നിന്റെ മക്കൾ നന്ദി പറയുമ്പോൾ ഞങ്ങളും നിന്റെ മക്കളോട് ചേർന്ന് നിനക്ക് നന്ദി പറയുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ
ഞങ്ങളെ ഹോവയെ സേവിക്കുന്നുള്ള പ്രതിജ്ഞയിൽ ജീവിപ്പാൻ തുടർന്നും ഈ നിന്റെ മക്കളെ നീ സഹായിക്കണമേ. ഇന്നിവിടെ വന്ന് നിനക്ക് നന്ദി പറയുവാൻ ആഗ്രഹമുണ്ടായിട്ടും പല കാരണങ്ങളാൽ സാധ്യമാകാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിരിക്കുന്ന ഇടങ്ങളിൽ പുതിയ സംവത്സരം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാക്കി തീർക്കണമേ. ഈ നിന്റെ മക്കളെ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും പുതിയ വർഷം നീ നിറയ്ക്കണമേ. മശിഹായുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. മാസത്തെ ഒന്നാം ഞായറാഴ്ച എന്നുള്ള ദശാംശം സമർപ്പിക്കുന്ന സമയമാണ്. ദശാംശത്തിനായിട്ട് ഒരുങ്ങി വന്നിട്ട് എല്ലാവരും മുമ്പോട്ട് വന്ന് ദശാംശം സമർപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം. സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കീർത്തനങ്ങളിൽ നിന്ന് 201 പാട്ട് പാടുമ്പോൾ സ്തോത്രാഴ്ചകൾ സമർപ്പിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ നിന്ന് 201 പാട്ട്, സോങ് നമ്പർ 201. ജീവൻ
ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളും ഞങ്ങൾക്കുള്ളവയും അവിടുത്തേതാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വകകളിൽ നിന്ന് ഞങ്ങൾ സമർപ്പിച്ചിരുന്ന സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുകയും അവൻ്റെ ഉപയോഗത്തെ വാഴ്ത്തുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങ് നൽകുന്ന എല്ലാ ദാനങ്ങളെയും ഓർത്ത് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ തന്നെ പൂർണ്ണമായി തിരുസന്നിധിയിൽ സമർപ്പിപ്പാനിടയാക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തുവാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇരിപ്പാൻ തക്കണം ദൈവം ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, നമുക്ക് ഡിസംബർ മാസം 2 എന്ന് പറയുമ്പോൾ മാർത്തോമ സഭയ്ക്ക് ചരിത്രം കുറിച്ച് ഒരു നാളാണ് 2023. അന്നേ ദിവസം നമ്മുടെ സഭയ്ക്ക് 3 തിരുമേനിമാരാണ് ഈ സഭയ്ക്ക് നൽകിയുണ്ടായത്. നമുക്ക് നമ്മുടെ ഇടവകയുടെ ഇളയ മകൻ എന്ന് പറയാം, നമ്മുടെ പ്രിയപ്പെട്ട സജു അച്ഛൻ തിരുമേനി സ്ഥാനത്തിലേക്ക് അവിടുന്ന് എടുക്കപ്പെട്ടുണ്ടായി. ഏറ്റവും മനോഹരമായ ശുശ്രൂഷയിൽ കർത്താവ് അവിടുന്ന് വിളിച്ചിൽ വിശ്വസ്തനായിരിക്കാനും ദൈവിക ശുശ്രൂഷയിൽ കർത്താവ് അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത് സംഘർഷങ്ങളുടെ മധ്യത്തിലും ദൈവിക സാന്നിധ്യത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കോണം, ദൈവിക ശുശ്രൂഷയിലായിരിക്കാൻ തക്കോണം മേൽപ്പെട്ട സ്ഥാനത്തിലേക്ക് ദൈവം അവിടുന്ന് പിടിച്ച് ഉയർത്തിയ ദിവസമാണ് ഡിസംബർ മാസം 2-ാം തീയതി. റൈറ്റ് റെവറൻ സക്കറിയാസ് മാർ അപ്രീം തിരുമേനി. ഇന്ന് തിരുമേനി കഴിഞ്ഞ ഒരാഴ്ചക്കാലം ക്ലർജി കോൺഫറൻസ് ആയിട്ട് നാട്ടിലുണ്ട്. തിരുമേനി ഇന്ന് തിരുമേനി സ്വന്തം കുടുംബത്തിൽ വന്ന ഈ ശുശ്രൂഷ നടത്തുവാനും ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്കോണം ദൈവം തമ്പുരാൻ അവിടുന്ന് ഇടയാക്കുന്നു. ഏറ്റവും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും തിരുമേനി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റെവറൻ ഡാനിയൽ തോമസ് അച്ഛൻ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു അച്ഛനാണ്. എനിക്ക് തോന്നിയ അച്ഛൻ ഈ ചുങ്കത്തറ കോളേജിൽ ചാർജ് എടുത്ത ആ ദിവസങ്ങളിലും ആ വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പള്ളിയുടെ കൂദാശ സമയത്ത് അച്ഛൻ്റെ പഴയ ഓർമ്മ വെച്ച് പറഞ്ഞത്, ഞാൻ ഈ കൂദാശയിൽ ജോസ് അച്ഛൻ ഉള്ള സമയത്ത് ഇവിടെ പള്ളി കൂദാശ നടക്കുമ്പോൾ അച്ഛനും ആ സമയത്ത് ഈ ദേവാലയത്തിൽ സാന്നിധ്യമുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പം പ്രവർത്തിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് ഡൽഹി ഡയസിസിലാണ് പ്രവർത്തിക്കുന്നത്. അച്ഛനും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ക്ലർജി കോൺഫറൻസിന് വരികയും രണ്ടുപേരും ഇന്ന് തിരിച്ച് മടങ്ങിപ്പോവുകയും ചെയ്യും. അച്ഛനും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ വിളിച്ചപ്പോൾ അച്ഛൻ വരാമെന്ന് അവിടുന്ന് പറയുകയും സന്തോഷം കാട്ടുകയും ചെയ്ത അച്ഛനാണ്. അച്ഛനും തിരുമേനിയും ഇന്നലെ വൈകുന്നേരം കുന്നുംകുളത്ത് വന്നപ്പോൾ മുതൽ ഡാനിയൽ അച്ഛൻ്റെ പഴയ ഓർമ്മകൾ കുന്നുംകുളത്തെക്കുറിച്ചും കുന്നുംകുളം മലബാർ ഡയസിസിനെ കുറിച്ചും പ്രത്യേകിച്ച് ചുങ്കത്തറ കോളേജും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അച്ഛൻ ഇങ്ങനെ ഓർമ്മകൾ വെച്ച് പറയാണ്. അച്ഛൻ്റെ സേവനം മാർത്തോമ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ഈ നാൾ വരെ നടത്തുവാൻ തക്കോണം ദൈവം തമ്പുരാൻ അവിടുന്ന് ഇടയാക്കുന്നു. അച്ഛനും ഇന്ന് നമ്മളോട് കൂടെ ഈ കുർബാനയ്ക്ക് സംബന്ധിക്കുന്ന ഏറ്റവും സന്തോഷമുണ്ട്. അച്ഛനെയും ആർത്താറ്റ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛൻ്റെ സ്വദേശം കായംകുളമാണ്. അച്ഛന് 2 മക്കൾ, 2 പേരും വിദേശത്തിൽ സെറ്റിലാണ്. അനുഗ്രഹമായിട്ട് അച്ഛനും കൊച്ചമ്മയും ഈ നാളുകളിൽ ഡൽഹി ഡയസിസിൽ പ്രവർത്തിക്കുന്നു. ദൈവം കൂടുതലായിട്ട് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീനിയർ അച്ഛന്മാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് സേവനം ചെയ്യുവാനും അവരുടെ കൂടെ നിൽപ്പാൻ തക്കോണം ഒരു വെള്ളം കൊണ്ടു കൊടുത്താലും അച്ഛൻ താങ്ക് യു അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് അധികമായ അഭിമാനം തോന്നുന്ന സമയമാണ്. അച്ഛൻ്റെ നല്ല വാക്കുകളും അച്ഛൻ്റെ നല്ല ഇടപെടലിലും ഞങ്ങൾക്ക് ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ കാണുവാൻ തക്കോണം ഇവിടുന്ന് ഇടയായി. അതിന് ദൈവം തമ്പുരാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെപ്പോലെ അച്ഛന്മാരെ അച്ഛൻ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ അനേകർക്ക് അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുകയും സഭയിലേക്ക് മുതൽക്കൂട്ടാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ഡാനിയൽ തോമസ് അച്ഛനെ മുമ്പോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു.
ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ആദരണീയനായ സക്രിയാസ് മാർ എഫ്രേം തിരുമേനി, ഇടവക വികാരി ബഹുമാനപ്പെട്ട കൊച്ചി കുര്യനച്ചൻ, കർത്താവിൽ പ്രിയ അർത്ഥാറ്റ് കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. സക്രിയാസ് മാർ എഫ്രേം തിരുമേനിയെ ദൈവം സഭയ്ക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തിരുമേനിയെ സഭയ്ക്ക് സംഭാവനയായി നൽകിയ തിരുമേനിയുടെ കുടുംബത്തെ, മാതാപിതാക്കളെ, അർത്ഥാറ്റിടവുകയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മാർത്തോമാ സഭയിൽ സമകാലികരായ 2 എപ്പിസ്കോപ്പമാരെ സംഭാവന നൽകുവാൻ സാധ്യമായ ഒരിടവക എന്നുള്ള ഇടവകയിൽ ഈ ഇടവക എന്നും സഭയിൽ ഓർമ്മിക്കപ്പെടും. കഴിഞ്ഞ 8 മാസക്കാലം അഭിമന്യ തിരുമേനിയോടൊപ്പം ഡൽഹി അരമനയിൽ താമസിച്ചുകൊണ്ട് തിരുമേനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ അവസരമായി ഞാൻ കാണുകയാണ്. തീക്ഷ്ണമായ പ്രാർത്ഥന ജീവിതത്തിൻ്റെയും ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെയും കർമ്മനിരതമായ പ്രവർത്തന ശൈലിയുടെയും സഹനത്തിൻ്റെയും ആർദ്രതയുടെയും ദൃശ്യഭാവമാണ് അഭിമന്യ എഫ്രേം തിരുമേനി. ഏകദേശം 22 സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഡൽഹി ഭദ്രാസനത്തിൻ്റെ ചുമതല അഭിമന്യ തിരുമേനി നിർവഹിക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുമേനിയുടെ യാത്ര ഒന്ന് കണക്ക് കൂട്ടിയപ്പോൾ ഈ കഴിഞ്ഞ 11 മാസം കൊണ്ട് ഭാരതത്തിലെ 21 സംസ്ഥാനങ്ങളിലും കുവൈറ്റ് തുടങ്ങിയ മേഖലകളിലും തിരുമേനിയുടെ ഇടവുകൾ സന്ദർശിപ്പാനായി തിരുമേനി സമയം കണ്ടെത്തി എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായിരിക്കും. ഇനിയും ഒരു സ്റ്റേറ്റൂടെ പോകുവാനായിട്ടുള്ളൂ, ജമ്മു മിഷൻ. മിക്കവാറും 1 വർഷം പൂർത്തിയാകുന്നതിന് മുന്നമേ അതും തിരുമേനി പൂർത്തീകരിക്കും. വിശ്രമരഹിതനായി സമർപ്പണത്തോടുകൂടെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ അർത്ഥാറ്റ് കുടുംബാംഗങ്ങളെ, നിങ്ങളോട് സെക്രട്ടറി അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത മേഖലകളിൽ എഫ്രേം തിരുമേനി ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തിരുമേനിക്ക് വളരെയധികം ആവശ്യമാണ്. തുടർന്നുള്ള നാളുകളിൽ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടുകൂടെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് മാത്രമല്ല ആഗോള ക്രൈസ്തവ സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ അഭിമന്യ തിരുമേനിയെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മേൽപ്പെട്ട സ്ഥാനത്ത് ഇന്ന് 1 വർഷം പൂർത്തിയാക്കുകയാണ്. നാളെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേനിയോടൊപ്പം ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ അഭിമന്യ തിരുമേനിക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കൊച്ചി കുര്യനച്ചൻ്റെ എല്ലാ നല്ല സ്നേഹവാക്കുകൾക്കും പ്രത്യേകമായിട്ടുള്ള സന്തോഷം. എനിക്കേറെ സന്തോഷം. അച്ഛൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട കൊച്ചമ്മ, ഞാൻ ഡൽഹി എബിനേസർ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഇടവകയിലെ അംഗമായിരുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മ എത്ര ചടുലതയോടെ, എത്ര ഉത്സാഹത്തോടുകൂടി അച്ഛനോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷം. പ്രിയപ്പെട്ട അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും ശുശ്രൂഷ ഈ ഇടവകയ്ക്ക് അനുഗ്രഹകരമായി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കന്യക മറിയമിലൂടെ ഈ ലോകത്തെ രക്ഷിപ്പാനായി ക്രിസ്തുവിനെ ലോകത്തിന് സംഭാവന നൽകിയ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുപ്പിറവിയെ ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ തിരുജനനത്തിൻ്റെ ആ വലിയ സന്തോഷം അനുഭവിപ്പാൻ സഭ ഒരുങ്ങുന്ന ഈ നാളുകളിൽ ആരാധനാ സമൂഹമായി ഒരുമിച്ച് ചേർന്ന് വരുവാനും നിന്നെ ആരാധിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നീ ഞങ്ങൾക്ക് നൽകുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ 1 വർഷക്കാലം മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ
മേൽപ്പെട്ട സ്ഥാനത്ത് അനുഗ്രഹരമായി ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം എടുത്തുപയോഗിച്ച് ഞങ്ങളുടെ അപ്രയം തിരുമേനിയെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളാൽ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, ഈ ആരാധനയുടെ മധ്യത്തിങ്കിൽ അങ്ങ് നൽകിയ ദൈവവചനവുമായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഏതാത്മാവിനാൽ വചനം എഴുതപ്പെട്ടോ ആത്മാവ് ബലഹീനനാടിയത്തിൻ്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും ഒരുപോലെ വ്യാപരിച്ചു കൊണ്ടിരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുവാൻ നീ കൃപ തരണമേ. മശീഹായുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി ഇന്ന് ഏവൻഗേലിയനായി വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് ഏവൻഗേലിയനായി നാം വായിച്ച് കേട്ടത്. 43-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? കന്യകമറിയമും എലിസബത്തും തമ്മിലുള്ള സംഗമം, മ്യൂച്വൽ അക്സെപ്റ്റൻസ് ഓഫ് 2 പാർട്ട്നേഴ്സ് ഇൻ മിഷൻ എന്നുള്ളതാണ് ഇന്ന് സഭ ചിന്തിക്കുന്നതായ വിഷയം. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് ബൈബിൾ സൺഡേ ആയും ആചരിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക ദിനം. ദൈവം മനുഷ്യനായ ചരിത്ര സംഭവം പ്രാർത്ഥനയോടും ആദരവോടും മനസ്സിലാക്കുവാനായി ദൈവം നമുക്ക് നൽകുന്ന വിലയേറിയ അവസരം. ഇന്ന് 25 നൊയമ്പ് ആരംഭിക്കുകയാണ്. കുന്നംകുളം പോലെയുള്ള പ്രദേശത്ത് 25 നൊയമ്പിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അഭിമന്യ തിരുമേനിയിലൂടെ ഈ നൊയമ്പുകളൊക്കെ ഈ ദേശം എത്ര പ്രാധാന്യത്തോടുകൂടെ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ടൈറ്റസ് സെക്കൻഡ് കോളേജിലെ അധ്യാപകനായിരുന്ന ഷാജി സാർ നൊയമ്പ് കാലഘട്ടത്തെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിൽ കുറിച്ചത് ഇപ്രകാരമാണ്: വചനമാകുന്ന കണ്ണാടിയിൽ ജീവിതത്തെ നോക്കി, കണ്ണീരിൽ ഹൃദയം കഴുകി, ജീവിതം ശുദ്ധീകരിക്കുവാനായി ദൈവം നൽകുന്ന സമയം. എനിക്ക് ആ വാചകം വളരെയധികം ഹൃദ്യമായി തോന്നി. വചനമാകുന്ന കണ്ണാടിയിൽ ജീവിതത്തെ നോക്കി, കണ്ണീരിൽ ഹൃദയം കഴുകി, ജീവിതം ശുദ്ധീകരിക്കേണ്ടതായ കാലം. അതോടൊപ്പം തന്നെ കന്യകമറിയത്തെ പോലെ ദൈവസന്നിധിയിൽ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ മുന്നിൽ ഉവ്വ് എന്ന് പറയുവാൻ നമ്മെ ഒരുക്കുന്നതായിട്ടുള്ള ദിനങ്ങൾ. ഈ 25 നൊയമ്പാചരണം ഇന്നത്തെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവിക ചിന്തകൾക്ക് മുന്നിൽ ഉവ്വ് എന്ന് പറയുവാൻ ഒരുക്കുന്ന അവസരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ടതായ ഈ വേദഭാഗം 2 സ്ത്രീകൾ തമ്മിലുള്ള സംഗമം വിവരിക്കുന്നതായ ഒരനുഭവമാണ്. സമാനതകളില്ലാത്ത ഒരു സംഗമമാണ് അവിടെ നാം കാണുന്നത്. ഇന്ന് നമുക്കറിയാം, ധാരാളം കുടുംബ സംഗമങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ സമാനതകളില്ലാത്ത ഒരു വലിയ സംഗമം നാം ഇവിടെ ദർശിക്കുകയാണ്. കോടതി ഭാഷയിലൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഗമമായി നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. ജസ്റ്റിസ് കമൽ പാഷയൊക്കെ ഉപയോഗിക്കുന്ന വാചകമാണ് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം എന്ന് പറയുന്നത് പോലെ. ചരിത്രം പഠിക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഗമം, 2 സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സുന്ദരമായ സംഗമം. ഈ സംഗമത്തിൻ്റെ 3 ചിന്തകൾ നിങ്ങളിൽ പങ്കുവെച്ച് വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. 1, ഉൾവലിഞ്ഞവർക്ക് ഉൾക്കരുത്ത് നൽകുന്ന സംഗമമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഉൾവലിഞ്ഞവർക്ക് ഉൾക്കരുത്ത് നൽകുന്ന ഒരു സംഗമം. നമുക്കറിയാം, എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിക്കുമ്പോൾ ഒരു നാണക്കേട് തോന്നി
5 മാസത്തോളം പുറത്തിറങ്ങാതെ മറ്റുള്ളവരുടെ മുന്നിൽപ്പെടാതെ ഒളിച്ച് പാർക്കുന്നതായ ഒരനുഭവമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നത്. ദൈവം നൽകുന്ന അനുഗ്രഹമാണെങ്കിലും അത് ഉൾക്കൊള്ളുവാനുള്ള ഉൾക്കരുത്തില്ലാതെ ഉൾവലിഞ്ഞ് രഹസ്യമായി പാർക്കുന്നതായ എലിസബത്തിൻ്റെ അടുക്കലേക്ക് കന്യകമറിയം കടന്നു ചെന്ന് ഉൾക്കരുത്ത് നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു വലിയ സംഗമമായി നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ മുൻപോട്ട് കൊണ്ടുവരുവാൻ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ മറ്റുള്ളവർക്ക് മുഖം നൽകുവാൻ സാധ്യമല്ലാതെ പാർക്കുന്ന അനേകരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് അവൾക്ക് ഉൾക്കരുത്ത് പകർന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വലിയ സംഭവം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ക്ലർജി കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലായിരുന്നപ്പോൾ ഞാൻ പ്രത്യേകം വാർദ്ധക്യത്തിലുള്ളവരെയും വേദനയിലിരിക്കുന്നവരെയും ഒക്കെ ആയ പലരെയും പോയി സന്ദർശിപ്പാനായിട്ട് അല്പസമയം കണ്ടെത്തി. ഓരോരുത്തരെയും സന്ദർശിക്കുമ്പോൾ അവരൊക്കെ ഏകാന്തതയുടെ വലിയ വേദന അനുഭവിക്കുകയാണ്. ഒരു കാലത്ത് മക്കളും കൊച്ചുമക്കളുമായി ആഘോഷത്തോടുകൂടെ ജീവിച്ചതായ പല മാതാപിതാക്കളും സമ്പത്തും സൗകര്യങ്ങളുമുണ്ട് എന്ന് വരികിലും ഏകാന്തതയുടെ വലിയ വേദന അനുഭവിക്കുന്നതായി കാണുവാനായിട്ട് സാധിച്ചു. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, "The greatest disease of our time is not cancer or leprosy, but loneliness." ഇന്ന് ക്യാൻസറോ കിഡ്നിയോ അങ്ങനെയുള്ള രോഗങ്ങളെക്കാളൊക്കെ ഉപരിയായി മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ഏകാന്തതയുടെ വേദനയാണ്. ഈ കഴിഞ്ഞ ഒരൊറ്റ ആഴ്ചയിൽ അപ്രകാരം 5 or 6 പേരുടെ വേദന നേരിട്ട് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് വളരെ സൗകര്യങ്ങളോടുകൂടെ നാം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുമ്പോൾ അനേകർ ഏകാന്തതയുടെ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ ഇതാ ഈ സുന്ദരമായ സംഗമത്തിലൂടെ കന്യകമറിയം എലിസബത്തിനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കരുത്ത് നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ്. പീപ്പിൾ ഹാവ് ഫോർഗോട്ടൺ ടു സ്മൈൽ ആൻഡ് ലവ്. ഇന്ന് മനുഷ്യർ സ്നേഹിക്കുവാനും ചിരിക്കുവാനും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയിൽ നമ്മുടെ ദേശത്തുള്ള ഉൾവലിഞ്ഞ ജീവിത അനുഭവങ്ങളുമായി ജീവിക്കുന്നവരെ ഈ നോയമ്പിൻ്റെ നാളുകളിൽ ഉൾക്കരുത്തുള്ളവരാക്കി തീർക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വലിയ ബോധം നമുക്കുണ്ടാകണം. തമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷ നാം പഠിക്കുമ്പോൾ ആരും കാണാതെ ഇരിപ്പാൻ അത്തിമരത്തിൽ കയറുന്ന സക്കായിയെ പേർ ചൊല്ലി വിളിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്. അനേക വർഷങ്ങളായി ദേവാലയത്തിൽ കൂനിയായ സ്ത്രീ ആരാധിച്ച് മടങ്ങുമ്പോൾ അവളെ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിർത്തി ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ തമ്പുരാൻ ശ്രമിക്കുകയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രി ഇതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ 25 നോയമ്പിൻ്റെ നാളുകളിൽ അപ്രകാരം ചിലരെയെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണത്തിൽ ഇന്ന് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തെങ്കിലും ആരെയെങ്കിലും കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് 10 പേർക്ക് ഒന്ന് അയച്ചു കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉൾക്കരുത്തില്ലാത്തവരെ ഉൾക്കരുത്ത് നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. 2, ഈ സംഗമത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്നേഹസംഗമമാണ്. സ്നേഹം പങ്കുവെക്കുന്നതായ സംഭവം. നമ്മളൊക്കെ ഒത്തിരി സ്നേഹമുള്ളവരാണ്, എന്നാൽ സ്നേഹം പങ്കുവെക്കുവാൻ മറന്നു പോവുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പലകരുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് സ്നേഹമുണ്ട് എന്ന് പറയുന്നു, എന്നാൽ അത് പങ്കുവെക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല, മറന്നു പോവുകയാണ്.
അതിൻ്റെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് പല പ്രതിസന്ധികൾ നാം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുമിച്ചുള്ള കൂടിവരവ് ഈ സ്നേഹം പങ്കുവെക്കുന്നതായ അനുഭവമായി തീരണം. ആ പങ്കുവെക്കലിന് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇവിടെ കന്യകമറിയമിനെ കുറിച്ച് പറയുന്നത് അവൾ ബന്ധപ്പെട്ട് യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. കുന്നുകളും മലകളും ഒക്കെ കയറി തനിക്ക് ലഭിച്ച ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ബന്ധപ്പെടുന്ന കന്യകമറിയമിനെയാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ നോയമ്പിൻ്റെ ദിനങ്ങളിൽ അല്പം ബന്ധപ്പെട്ട്, അല്പം ബുദ്ധിമുട്ടി, അല്പം ക്ഷമിച്ച് മറ്റുള്ളവരുമായി ഈ സ്നേഹം പങ്കുവെക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ മാസ്മരികത നാം ഇവിടെ ദർശിക്കുകയാണ്. കന്യകമറിയം എലിസബത്തിനെ വന്ദിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ പിള്ള കിടന്ന് തുള്ളുകയാണ്. ഇതാണ് ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ദൃശ്യഭാവം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഈ വലിയ സന്തോഷം, ഈ വലിയ ചൈതന്യം പങ്കിടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായിട്ട് നാം ചിന്തിക്കണം. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. 2 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചു. ഒന്ന്, ഉൾവലിഞ്ഞവരെ ഉൾക്കരുത്ത് നൽകി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന സംഗമമായി കന്യകമറിയമും എലിസബത്തും തമ്മിലുള്ള സംഗമത്തെ നാം കാണുന്നു. 2, ഇതൊരു സ്നേഹ സംഗമമായി അല്പം ബന്ധപ്പെട്ട്, അല്പം ഭാരപ്പെട്ട്, അല്പം ബുദ്ധിമുട്ടി അവരന് സന്തോഷം നൽകുവാൻ ശ്രമിക്കുന്ന കന്യകമറിയമിൻ്റെ ജീവിതം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. 3, ഈ സംഗമത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തിരിച്ചറിവിൻ്റെയും പരസ്പര അംഗീകാരത്തിൻ്റെയും ഒരു സംഗമമാണ്. തിരിച്ചറിവിൻ്റെയും പരസ്പര അംഗീകാരത്തിൻ്റെയും ഒരു വലിയ സംഗമമായി നാം ഇത് കാണും. ഇന്ന് കുറുവാക്യമായി ഞാൻ വായിച്ചതായ വാക്ക്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? ഇതൊരു വലിയ തിരിച്ചറിവാണ്. കന്യകമറിയം എലിസബത്തിനെ വന്ദിക്കുമ്പോൾ എലിസബത്ത് പറയുകയാണ്, കർത്താവിൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് എന്നെ വന്ദിപ്പാൻ തക്കവണ്ണം എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇന്നിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും, തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാകുന്നില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാകുന്നില്ല. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ മനസ്സിലാകുവാൻ സാധിക്കുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവരെന്നിൽ ക്രിസ്തു മുഖം ദർശിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മധു എന്ന് പറയുന്ന യുവാവിനെ അല്പം ഭക്ഷണം മോഷ്ടിച്ചതിന് തല്ലിക്കൊന്ന ഒരു സമൂഹമാണ് കേരള ക്രൈസ്തവ സമൂഹം. ഒരു സ്ത്രീ തൻ്റെ വാക്കുകൾ കൊണ്ട് ഒരു ADM അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ ആത്മഹത്യക്ക് നയിക്കുന്ന ഒരു ലോകത്തിലാണ്, ഒരു ദേശത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവരെന്നിൽ ദൈവമുഖം ദർശിക്കുന്ന സംഗമങ്ങളായി നമ്മുടെ ഒരുമിച്ചുള്ള കൂടിവരവുകൾ ഇടയായി തീരണം. അവരെന്നിൽ ദൈവമുഖം ദർശിക്കുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ടാണ് സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതൻ ഒറീസയുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നുപോയത് അവരെന്നിൽ ഈ ദൈവമുഖം ദർശിച്ചത് കൊണ്ടാണ്. സിസ്റ്റർ റാണി മറിയം മധ്യപ്രദേശിൻ്റെ മേഖലകളിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നുപോയത് മറ്റുള്ളവരിൽ ഈ ദൈവമുഖം ദർശിച്ചത് കൊണ്ടാണ്. നമ്മുടെ സഭാപിതാക്കന്മാർ ഭാരതത്തിൻ്റെ ഉത്തര മേഖലകളിലേക്കൊക്കെ കടന്നുപോയത് ഈ അവരനിൽ ദൈവമുഖം ദർശിക്കുന്ന അനുഭവത്തിലാണ്. അർത്ഥാറ്റ് ഇടവകയിലെ പ്രിയ ദൈവജനമേ, സുന്ദരമായ ദേവാലയം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നല്ല ഗായക സംഘത്തെ ദൈവം നമുക്ക് നൽകി. എത്ര മനോഹരമായ ആരാധന! 2 തിരുമേനിമാരെ ഈ ഇടവകയിൽ നിന്ന് സഭയ്ക്ക് സംഭാവന നൽകുന്നു. അഭിയന്യ യോക്കിം മാർ കൂറിലോസ് സബർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ധന്യമായ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സുശീലച്ചനെ പോലെയുള്ള അനേക വൈദികർ, അനുഗ്രഹീതമായ ഒരു ഇടവകയാണ് ഈ ഇടവക, സംശയമല്ല. എന്നാൽ അർത്ഥാറ്റ് കുടുംബമായി നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ അവരെന്നിൽ ദൈവമുഖം ദർശിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികത
പരാജയമെന്ന് പറയേണ്ടതായി വരും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. വലിയ നോയമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അടുത്ത 25 ദിവസങ്ങൾ നോയമ്പാചരണത്തിലൂടെ സഭ കർത്താവിൻ്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുമ്പോൾ ഉൾവലിഞ്ഞവർക്ക് ഉൾക്കരുത്ത് നൽകുവാനും സ്നേഹം നൽകേണ്ട ഇടങ്ങളിൽ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് ഈ സ്നേഹം പങ്കുവയ്ക്കുവാനും തിരിച്ചറിവ് നഷ്ടപ്പെട്ട ലോകത്തിൽ അവരനിൽ ദൈവമുഖം ദർശിപ്പാൻ ഈ നോയമ്പിൻ്റെ ദിനങ്ങളിൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയ അഭിമന്യ തിരുമേനിയോടും പ്രിയപ്പെട്ട കൊച്ചിയച്ഛനോടും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. നിശ്ചയിക്കപ്പെട്ട ഇപ്പം പ്രാർത്ഥിക്കാം. ഞങ്ങളെ വളരെയധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് ദേവാലയത്തിൽ കടന്നു വരുവാനും നിന്നെ പാടി സ്തുതിക്കുവാനും നിന്നെ ആരാധിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് അവസരം തന്നതിനായി ദൈവത്തിനായി നന്ദി പറയുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഇന്ന് സക്രിയാസ് മാർ അപ്രയം തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പൊലീത്തയായി 1 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ കർത്താവെ, തിരുമേനിയെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചു, ആരോഗ്യവും ബലവും ശക്തിയും എല്ലാം നൽകി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും നടത്തുവാൻ അവിടുന്ന് ശക്തനാണ് ഞങ്ങൾ അറിയുന്നു കർത്താവെ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണാലും അവിടുന്ന് വഴി നടത്തുമാറാകണമേ. ഡൽഹി ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ തിരുമേനിയെ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് കന്യമറിയാമിനെ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. പ്രശ്നങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഈ ലോകത്തിൽ എല്ലാ സഭാ പ്രവർത്തനങ്ങളുടെ മധ്യത്തിലും കർത്താവെ തിരുമേനിയോടൊപ്പം അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞ് നിൻ്റെ മകനെ നീ ധൈര്യപ്പെടുത്താൻമേ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ യുവാക്കിമാർ കൊറിയലോസ് തിരുമേനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ തിരുമേനിമാർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷകർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇടവക ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ സാധിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിന്ന് വചനം നൽകിയ ഡാനിയൽ തോമസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ സെക്രട്ടറിയെ പ്രവർത്തിക്കുമ്പോൾ കർത്താവെ നിൻ്റെ ദാസനെ നീ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസനിൽ കൂടെ ഞങ്ങൾ കേട്ട വചനത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, ഉൾവലിഞ്ഞവരെ ഉൾക്കരുത്തുള്ളവരായി മാറ്റി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. രണ്ടാമതായിട്ട് കർത്താവെ, ഞങ്ങൾ നിൻ്റെ ദാസനോട് കേൾപ്പിച്ചത് മറിയയും എലിസബത്തും തമ്മിലുള്ള സ്നേഹ സംഗമത്തെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ഞങ്ങളും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാനും അവരെ കരുതുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകണമേ. സ്നേഹം നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചറിവില്ലാത്ത ഈ ലോകത്തിൽ തിരിച്ചറിവോടെ ഈ ലോകത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും അപരനിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാനും ഞങ്ങളെ നീ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആവശ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവരെ കണ്ടിട്ട് ഞങ്ങൾ അവരെ വഴിമാറി കടന്നു പോകുന്നവരായി തീരാതെ അവരെ സഹായിക്കുവാനുള്ള കരം നീട്ടിക്കൊടുക്കുവാൻ ഞങ്ങളെ നീ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ കടന്നു വന്നി ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോശി കുര്യൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെ ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. കൊച്ചമ്മയ്ക്ക് വേണ്ടിയും കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് മരത്തംകുടി ജയപ്പലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇടവകയിലെ എല്ലാ സംഘടനകളെയും ഇടവക കമ്മിറ്റിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി മാത്രം തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഓർക്കരുതേ, ഞങ്ങൾ പാപികളും ദോഷികളുമാണെന്ന് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നീ ഓരോരുത്തരെയും നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ ഉന്നതങ്ങളിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന യേശു തമ്പുരാന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കുദാശയിൽ നിന്ന് കുദാശയാകുന്ന വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമാണ്. കുദാശയിൽ നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാ കുദാശയിലും നമ്മൾ പങ്കെടുക്കേണ്ടത് പ്രാർത്ഥനാപൂർവമാണ്. പ്രാർത്ഥനയില്ലാത്ത കുദാശ അർത്ഥമില്ലാത്ത കുദാശയാകുന്നു നാം അവിടുന്ന് മനസ്സിലാകും.
തലേ ദിവസം തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞതിന് ശേഷം വിശുദ്ധിയോടും വെടുപ്പോടും കൂടെയാണ് നമ്മൾ കുമ്പസാര പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി വരുന്നത്. അങ്ങനെ തൻ്റെ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞവർ സഭയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കുമ്പസാര പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുന്നിട്ട് എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് എൻ്റെ പിന്നാലെ ഈ കുമ്പസാര പ്രാർത്ഥന ഏറ്റുപറയാം. സർവശക്തിയുള്ള പാപം തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവും തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമായും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചന തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരം കൂട്ടായ്മയിലും പൊതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് വാത്സല്യമുള്ളവരെ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോടുകൂടെ പ്രാർത്ഥിപ്പീൻ. സകലത്തിൻ്റെ ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായ വിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് അന്യോന്യ സമാധാനം കൊടുപ്പാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദിനും തത്വത്തിനോട് ഏകത്വമുള്ളവനുമായ ഒരു ശുദ്രഹായിക്കും സ്തുതി സ്തോത്രം എല്ലായ്പ്പോൾ ഞങ്ങൾ കരയേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദേവിയുമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവ്വദാ ഞങ്ങളിൽ വസിക്കുമാറാകണമേ. 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 സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങൾ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കയാൽ നിന്റെ സന്നിധി തങ്ങളുടെ കഴുത്തുകൾ വണക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധ റുഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യം നിനക്ക് യോഗ്യമായിരിക്കുന്നു. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഇടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നേൽക്കുന്നതുമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. സർവസൃഷ്ടിയുടെ നിർമ്മിതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമാകുന്ന വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ പുരുഷനിൽ പേഴുതപ്പെടുതാദ്യാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും ശ്രീനിവാസന്മാരും സുൽത്താനന്മാരും ഔദ്യന്മാരും മാറാവാസന്മാരും ഹൈലേന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോമേന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാർത്ഥമാടി ചൊല്ലുന്ന ആരാധനകൾ സാപ്യമാനം സ്തുതിക്കുന്ന നാം സ്തുതിക്കണം. അവമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി
ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇന്ന് കുടിപ്പീൻ, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നിയമിച്ചവന്റെ ക്രിയകൾ പോലെ എല്ലാവരും പ്രതികാരം ചെയ്യുന്ന ആ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. ഏത് രക്തം കൂടാത്ത യാഗമാകുന്ന ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയും അരുതേ. എന്നാലോ നിന്റെ കണ്ണുകളുടെ ബോധ പ്രകാരം നിന്റെ ആശ്രയ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനം നിന്റെ അവകാശമാകും ഞങ്ങൾ നിന്നോടും നീ മുഖാന്തര പിതാവിനോടും പ്രാർത്ഥിച്ച് പറയുന്നു. ലാഭോ ഖാദംറോ. സർവശക്തിയുള്ളതായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്ത് ദയതോ നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ രക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കൈക്കൊള്ളുന്നൊരു ദേഹതീ ആത്മാക്കളെ തിരുസവിടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന വാറമിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിൽ ജയിക്കാത്തമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിരുദ്ധം കാന്തരുടെ ചെയ്യുന്ന അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ പുത്രൻ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രത്തിന് സഭ കരേറ്റുന്നു. കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ അങ്ങയുടെ വിശ്വാസമാർത്തോമാ മെത്രാപ്പൊലീത്തായെയും
ഞങ്ങളുമായ സംസ്കൃതത്തിലുള്ള ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കീം മാർ കൂർലോസ്, ജോസഫ് മാർ ബർണബാസ് എന്നീ സഫർഗൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അബ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ശമ്മാശന്മാർ മുതലായ വട്ടത്തിനടുത്തുള്ള എല്ലാവരെയും സന്യസ്തർ, സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കേണമേ. നിന്റെ വിശുദ്ധ രൂഹാട് ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്തവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യാമറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവെങ്കലസ്ഥന്മാരെയും സഹദേന്മാരെയും മൗദേനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നേർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപൂർത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ആത്മാക്കളുടെയും സർവജലത്തിന്റെ ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിക്ഷാവിധി ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളുടെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് പ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസനിൽ കുറ്റമറ്റൊരുത്തരുമില്ലാത്തത് കൊണ്ട് അവൻ മുഖാന്തരം കരുണകളും പാവനും കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നു. മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും തിരുമ്പാകും ചെയ്തപ്പോഴുള്ള സകല കുറ്റങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ ശുദ്ധീകരിച്ച് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, അവസാനത്തോളം പാപം കൂടാ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പിഴവുകൾ നിമിത്തം ഞങ്ങൾ ലജ്ജിക്കുന്നിട വരാതെ നീ ഇഷ്ടപ്പെടുന്ന സമയത്തും സ്ഥലത്തും വിധത്തിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തോടുകൂടെ ഞങ്ങളെയും ചേർത്തുകൊള്ളണമേ. സകലത്തിലും മാന്യമായതും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം കർത്താവേ ശിവശിഹായുടെയും പരിശുദ്ധരുടെയും തിരുനാമങ്ങളോടുകൂടെ സകലത്തിലെന്ന പോലെ ശുശ്രൂഷയിലും സർവനേരവും ആത്തിപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവം ഇരുന്ന പ്രകാരം ഇരിക്കുന്നു. തലമുറ തലമുറകൾക്കും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ തലമുറകൾക്കും എന്നേക്കും ഇരിക്കുന്നവനും ആകുന്നു. മഹാദേവനും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
സഹോദരേ, നിരപ്പിന്റെയും സമാധാനത്തിന്റെയും ദൂതനായും അനുഗ്രഹങ്ങൾക്കായും കരുണകൾക്കായും എല്ലാ സമയത്തും കർത്താവിനോട് നാം അപേക്ഷിക്കണം. സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധ തന്റെ റുഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുന്നുള്ള സമയമാകുന്നല്ലോ ഇത്. ഈ വിശുദ്ധ ദിവസം രാവിലെ സമയം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ ദിവസവും എത്ര അത്ഭുതകരമായി കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച് വഴി നടത്തുന്നു. കർത്താവിൻ്റെ കൃപകളും കരുണകളും എന്നും എപ്പോഴും അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഭൂലോകത്തെ മുഴുവനായി നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. വിവിധ രാഷ്ട്രങ്ങൾ, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, പല സ്ഥലങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ, യുദ്ധശ്രുതികൾ ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തും പലർ കൊല്ലപ്പെടുന്നു. പല ദേശങ്ങൾ ശത്രുതയുടെ അനുഭവമായിട്ട് തീരുന്നു. കർത്താവേ, അങ്ങയുടെ ദിവ്യമായ സമാധാന ലോകത്തിൽ വാഴുവാൻ അങ്ങടിയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തെ ദൈവസന്നിധി സമർപ്പിക്കാം. ഭരണ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജനനന്മലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവസന്നിധിയിൽ ഓർക്കാം. മെത്രാപ്പോലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുമേനിമാർ, പട്ടക്കാർ, സുവിശേഷ വിശ്വാസികൾ എല്ലാവരെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു വർഷമായി ഞങ്ങൾക്ക് 3 പേർക്ക് എപ്പിസ്കോപ്പമാരായി നിലനിർത്തുവാൻ കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ പ്രത്യേകമായ ദൈവസന്നിധി സമർപ്പിക്കാം. അഭിവന്യ കൂർലോസിൽമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക വികാരിക്ക് വേണ്ടി വിശുദ്ധ കുടുംബമായ ദൈവസന്നിധി സമർപ്പിക്കാം. നമ്മുടെ കൂടെ ഇപ്പോഴായിരിക്കും ദാനിയേൽ തോമസ് അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇടവക ചുമതലക്കാർ, സ്ഥാന സമിതി അംഗങ്ങൾ, വിശ്വാസ സമൂഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, മധ്യവയസ്കർ, പ്രായമായവർ എല്ലാവരെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ എന്നും എപ്പോഴും അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അറിവിൽ പരിചയത്തിൽ രോഗികളായ ആശുപത്രി ഭവനങ്ങൾ വിശ്രമിച്ചിരിക്കുന്നതിന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള എല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കാം. ചികിത്സയിലായിരിക്കുന്ന അമൃതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ആൻമറിയയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ, സൗഖ്യം അനുഭവിപ്പാൻ കർത്താവെ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള അനേകരുണ്ടല്ലോ, പല കാരണങ്ങളാൽ ദുഃഖവും പ്രയാസം അനുഭവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാവരെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, പുതിയ ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി ഭവനങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രലോഭനങ്ങൾ അധികമുള്ള ലോകത്തിൽ കർത്താവിനോട് കൂടെ ജീവിപ്പാൻ കർത്താവെ നിന്റെ മക്കളെല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേക ആരോഹണം ചാപ്പലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിൻ്റെ ക്രമീകരണമൊക്കെ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. എവിടെയായിരുന്നാലും എല്ലാവരും ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ കൊണ്ടുവരാമല്ലോ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് നമ്മളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന ഉപസംഹരിച്ചുവെല്ലാം. ക്രോപന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും സാഫന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളായിരം ആയിരങ്ങളാലും 10,000 പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്ക് അണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നതിനുമായി കർത്താവേശുമശിയായ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടുള്ള ചൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം
നിങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, സഹിക്കാവുന്നതല്ലാത്ത പരീക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷയ്ക്ക് നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ട് ദുഷ്ടൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരയേറ്റുന്നു. ഓശോ വബുക്കുൽ സിബാല ഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ധാരാളമായ കരുണകൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാർ തങ്ങളുടെ തലകളെ മുൻപാകെ വണക്കിയിരിക്കുന്നു. വാഴ്വുകൾ നീ അയച്ച് ഞങ്ങളെല്ലാവരുടെയും ദേഹാദേഹി ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ രക്ഷിതാവായ മശിഹായുടെ ജീവകരമായ ശരീരങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങൾ യോഗ്യതരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രം ഞങ്ങൾ കരയേറ്റുന്നു. ഓശോ വബുക്കുൽ സിബാല ഓൽമീൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭുവായതും ആദ്യന്തമില്ലാത്തതും അന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കും ആ തത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്ത് നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. എന്റെ തിരുമേനിയുടെ വിലയേറിയ പീഠാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെ പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതിനുമായ ജീവനും വിശുദ്ധലേഖരുവായ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പുണ്യപിതാക്കൾ
വാത്സല്യമുള്ളവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാമക്കളോട് കരുണ കാണിക്കും പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുള്ള പതുക്കത്തിനുമായി വരുവായിക്കുന്നതുമായ ദൈവപുത്ര, പരിഹാരം ചെയ്തിരിക്കുന്ന അതിന്റെ യാഗത്താൽ എന്റെ അടിയാർക്ക് പാപമോനുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാത്ത വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും കർത്താവിന്റെ നമുക്ക് പ്രസാദത്തിനുമായി ഗാകുൽത്താവിടെ വെച്ച് മുറിക്കപ്പെട്ടതുമായ വിലമതിയാവതല്ലാത്ത തിരിച്ചരങ്ങളെ കൈക്കൊള്ളുന്ന ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവം നമ്മുടെ രക്ഷിതാമാരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധൽ വായിച്ചിരിക്കുന്നതിന് മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരകരണ നിങ്ങളുടെ മേലും അവരുടെ മേലും എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. നിങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ജീവനുമായി ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ ഞങ്ങളുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ഓർമ്മയിൽ സ്തോത്രത്തോടെ കൈക്കൊള്ളുക.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവം എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ ശിമശിഹായ ഞങ്ങൾ ഭക്ഷിതായ തിരു ശരീരം ഞങ്ങൾ പാനം ചെയ്തായ തിരുരക്തങ്ങൾക്ക് ആർക്കും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി ഭവിക്കരുതേ. പിന്നെയോ ഞങ്ങളുടെ എവിടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗീയമായ മേശയിൽ സംബന്ധിക്ക് ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കരുണകളുടെ ബോധ പ്രകാരം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ വിശുദ്ധ റുഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതൽ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഹരിയും അവകാശങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ കരേറ്റുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യർക്കും രക്ഷയ്ക്കായി സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന വലിയവനും അത്ഭുതവാനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനാപിതാവായ ദൈവത്തെയും പരിശുദ്ധ റുഹായുടെ ആസ്വദിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണകളെ അനുഗ്രഹിക്കണമേ.
ഹോശോ വബുൽ സിബാല ഉൽമീൻ. നിങ്ങൾ വായ്കൾ തിരുസന്നിധ സ്തോത്രം പാടും. തവദാതനും ും സ്തുതി പാടിയിടും. പാപികൾ ഞങ്ങൾ തിരുമേശയിൽ നിന്നനുഭവിച്ചതിനാൽ മോചിക്കണമേ ഞങ്ങളിൻ പിഴകൾ കറകളുമെല്ലാം. നമുക്ക് വാത്സല്യമുള്ളവരെ, അപരിഹാരം ചെയ്തിരിക്കുന്ന താൻ്റെ യാഗത്തിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആ വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള ആദിത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്തോടെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സേവാ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മാമോദീസാമുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ഭാവിയോടിയാർന്നാം നിങ്ങളുടെ പ്രാർത്ഥനയാക്കാരനെ സഹായിപ്പാനായി നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ചൊരു സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. കാക്കണമേ.